എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾക്ക് ഒരു കടായി ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോഴേക്കും നമ്മൾക്ക് മറ്റേ അടുപ്പും കത്തിച്ചു കൊടുക്കാം. എന്നിട്ട് മക്രോണിക്ക് വേണ്ടി നമ്മൾക്ക് അതിലും തീ കത്തിച്ച് വെള്ളമൊഴിച്ച് ചൂടാക്കിയെടുക്കാം. നമ്മൾക്ക് ഒരു വലിയ ഉള്ളിയാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി നമുക്ക് വാട്ടിയെടുക്കാം. വാടി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. എല്ലില്ലാതെ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ചിക്കന് ഇതിലേക്ക് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ മല്ലിച്ചപ്പ്, പുതിന കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് തൈരും ഒഴിച്ചു കൊടുക്കാം. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഈ സമയത്ത് മസാലയിലേക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്ക് മൂടി വെക്കാം. അപ്പോഴേക്കും മക്രോണിയുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തും ചെറുതായി ഒന്ന് ഇളക്കിയെടുക്കാം. മക്രോണി 10 മിനിറ്റ് കഴിഞ്ഞ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലിട്ട് ഊറ്റിയെടുക്കാം. മക്രോണി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇതിൻ്റെ മുകളിൽ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാല തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് കൂടി ഇത് മൂടി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് മക്രോണി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.